രാഷ്ട്രീയ ചതുരംഗ കളത്തിൽ നിർണായകമായ ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയെന്ന സൂചനകളാണ് ഏറ്റവും പുതിയ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്നും അകന്നുനിന്ന UDF വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന വ്യക്തമായ സൂചനകൾ പുറത്തു വന്നതോടെ ഭരണകക്ഷിയായ CPM-ഉം മുഖ്യ പ്രതിപക്ഷമാകാൻ കിണഞ്ഞു ശ്രമിക്കുന്ന BJP-യും ഒരുപോലെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF കാഴ്ചവെച്ച അപ്രതീക്ഷിത മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കപ്പെട്ടാൽ അത് സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളാകെ അട്ടിമറിക്കുമെന്ന ആശങ്ക ഇരു പാർട്ടികളെയും കേന്ദ്ര നേതൃത്വങ്ങളെ ഒരുപോലെ അലട്ടുന്നുണ്ട്. കേരളത്തിൽ ഇനി തങ്ങളാണോ അതോ BJP ആണോ UDF-ന്റെ പ്രധാന എതിരാളി എന്ന തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ വോട്ട് ബാങ്കുകളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ എങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിൽ ഇരു പാർട്ടിക്കും ഇനിയും വ്യക്തമായ ഉത്തരമില്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിനുള്ള അവസരമായാണ് അവർ ഇതിനെ കാണുന്നത്. സംസ്ഥാനത്ത് ഇനി മത്സരം BJP-യും UDF-ഉം തമ്മിലാണെന്ന അവകാശവാദവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയത് ഈ ലക്ഷ്യത്തോടെയാണ്. ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പാർട്ടിയോട് കൂടുതൽ അടുപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് BJP നേതൃത്വം. മുൻകാലങ്ങളിൽ BJP-ക്ക് അപ്രാപ്യമെന്ന് കരുതിയിരുന്ന ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കുന്നതിലൂടെ നിയമസഭയിൽ നിർണായക സാന്നിധ്യമാകാൻ കഴിയുമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. ഇതിനു പുറമെ CPM-ന്റെ പരമ്പരാഗത വോട്ട് ബാങ്കായ ഈഴ വിഭാഗത്തെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസവും BJP-ക്കുണ്ട്. എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന പീഡനങ്ങളിൽ BJP സർക്കാർ പുലർത്തുന്ന നിസ്സംഗത കേരളത്തിലെ സഭകൾക്കിടയിൽ വലിയ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. ഈ വൈകാരിക പ്രശ്നത്തെ എങ്ങനെ മറികടക്കുമെന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയാണ്. എങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തെ മുൻനിർത്തി ഈ വിടവ് നികത്താമെന്നും കേരളത്തിൽ ഒരു അത്ഭുതം സൃഷ്ടിക്കുമെന്നുമാണ് BJP തന്ത്രങ്ങൾ മെനയുന്നത്. മറുഭാഗത്ത് 3ാം തവണയും തുടർഭരണം സ്വപ്നം കണ്ടിരിക്കുന്ന CPM-ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വലിയൊരു ആഘാതമാണ് നൽകിയിരിക്കുന്നത്. പാർട്ടിക്കുണ്ടായ തിരിച്ചടിയെ അമിത ആത്മവിശ്വാസം മൂലമുണ്ടായ വീഴ്ചയായി ലഘൂകരിക്കാനാണ് സംസ്ഥാന സെക്രട്ടറി ശ്രമിക്കുന്നതെങ്കിലും അടിത്തട്ടിലെ സംഘടനാ ദൗർബല്യങ്ങൾ പാർട്ടിയെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുപോലുള്ള ഭരണപരമായ തീരുമാനങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകിയെന്നും അത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാണെന്നും പാർട്ടി വിലയിരുത്തുന്നു. എന്നാൽ CPM-നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് BJP തങ്ങളുടെ വോട്ട് ബാങ്കുകളിൽ നടത്തുന്ന കടന്നുകയറ്റമാണ്. BJP പിടിക്കുന്ന ഓരോ വോട്ടും ഒടുവിൽ UDF-ന്റെ വിജയത്തിലേക്കാണ് വഴിവെക്കുന്നതെന്ന തിരിച്ചറിവ് CPM-നെ വിളറിപ്പിടിക്കുന്നുണ്ട്. BJP CPM ഡീൽ എന്ന ആരോപണം UDF ഈ തെരഞ്ഞെടുപ്പിലും ശക്തമായി ഉയർത്തുമെന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF-ന് ലഭിച്ച ജനപിന്തുണ ഒരു താൽക്കാലിക പ്രതിഭാസമല്ലെന്നും അത് സംസ്ഥാന ഭരണത്തോടുള്ള ജനങ്ങളുടെ വിമുഖതയുടെ പ്രതിഫലമാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം UDF-ന് അനുകൂലമായി മാറുമ്പോൾ അതിനെ തടയാൻ CPM-ന് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും. എന്നാൽ BJP-യുടെ വളർച്ച തടയുന്നതിനോടൊപ്പം സ്വന്തം വോട്ട് ബാങ്ക് സംരക്ഷിക്കുക എന്ന ഇരട്ട വെല്ലുവിളിയാണ് CPM-ന് മുന്നിലുള്ളത്. UDF-ന്റെ തിരിച്ചുവരവ് ഏതാണ്ട് ഉറപ്പാണെന്ന തോന്നൽ അണികൾക്കിടയിൽ പടരുന്നത് തടയാൻ ഭരണകക്ഷിയും BJP-യും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രക്ഷോഭങ്ങളുമായി രംഗത്തെത്താനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും തദ്ദേശ ഫലം നൽകുന്ന ആത്മവിശ്വാസത്തിൽ UDF ക്യാമ്പ് സജീവമായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു ത്രികോണ മത്സരത്തിലേക്ക് നയിക്കുമെന്നത് ഉറപ്പാണ്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF ഈ സാഹചര്യം മുതലെടുത്ത് അധികാരത്തിലേക്ക് മടങ്ങിയെത്താൻ നടത്തുന്ന നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല.